സജിമോൻ ആന്റണി, നമ്മൾ ഇന്നലെ കേട്ടതാണ് വൈറ്റ് ഹൌസ് നടത്തിയ വാർത്താ സമ്മേളനം. അത് തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നു. അറിയേണ്ടത് ഈ വിഷയത്തിൽ അമേരിക്ക കൈ ഒഴിയുകയാണോ എന്നാണ്. ഗുഡ് മോർണിംഗ്. അമേരിക്ക കൈ ഒഴുകിയല്ല, ഇസ്രായേൽ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനു മുമ്പ് ഇന്ന് വരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ വെച്ചാൽ ഇസ്രായേൽ ഒരേ സമയത്ത് ഹമാസുമായിട്ടും ഹൂതീസുമായിട്ടും ഹിസ്ബുള്ളയായിട്ടും ഇറാനുമായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന കണ്ടു നമ്മൾ. എന്നാൽ ഇന്ന് അതിൽ നിന്നും 2-3 പടി മുകളിലേക്ക് മാറി ഖത്തറുമായിട്ട് അടിക്കുകയാണ്. അപ്പം ആ ഖത്തറിലുള്ള ഈ ഒരു ആക്രമണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അമേരിക്കയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സഖ്യകക്ഷിയാണ്. ഒന്ന് രണ്ടാമത്തേത് ഖത്തറാണ് എല്ലാത്തിനും ഒരു മീഡിയേറ്റർ ആയിക്കൊണ്ട് ഇതുവരെയുള്ള സംഭാഷണങ്ങളിൽ എല്ലാത്തിനും മുൻകൈ എടുത്തിരുന്നത് ഖത്തറായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള സവിശേഷതകളുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഇങ്ങനെ ഡയറക്റ്റ് ഒരു സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. 2023 ഒക്ടോബർ 7 അന്ന് 1200 പേര് ഏകദേശം അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ മരിച്ചതിന് ശേഷം ഇന്ന് നമ്മൾ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 66,800-800-ലധികം ആൾക്കാർ മരിക്കുകയുണ്ടായി. അതിൽ 64,000 പ്ലസും ഈ പറഞ്ഞ ഹമാസ് അല്ലെങ്കിൽ പലസ്തീൻ ഏരിയയിൽ നിന്നുള്ളതാണ് പ്രത്യേകം പറയേണ്ട കാര്യം. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ആക്ഷൻ എടുക്കാനായിട്ട് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ അയൺ ഷീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ കുറവായിരിക്കുന്നത്. അവിടുന്ന് പല 4 ഭാഗങ്ങളിൽ നിന്നും അവര് കഴിയുന്ന പോലെയൊക്കെ ആക്രമണം നടത്തുന്നുണ്ട്. എന്നാൽ ആളപായം ഉണ്ടാവാതെ സൃഷ്ടിക്കുന്നത് ഇസ്രായേലിന്റെ അയൺ ഷീൽഡാണ്. എന്നാൽ ഹമാസിന്റെ റിയൽ അയൺ ഷീൽഡ് എന്ന് പറയുന്നത് ഈ ബന്ധുക്കളാണ്. ആ ബന്ധുക്കൾ അതുകൊണ്ടാണ് അവർ ഇതുപോലെ കൊടുക്കാതെ ഇരുന്നു കൊണ്ടിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാർ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിട്ട് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പൊ എല്ലാ ശ്രമവും നടത്തി അമേരിക്കയുടെ ശ്രമം നടത്തുന്നു, ഇസ്രായേൽ നടത്തുന്നു, മീഡിയേറ്റർ ആയിട്ട് ഖത്താർ ഉൾപ്പെടെയുള്ള പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും മുൻകൈ എടുത്തതും ഇതുവരെ തീരുമാനം ഉണ്ടാകാത്തതിനുള്ള ഒരു ഫ്ലക്ച്വേഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. എനിക്ക് തോന്നുന്നത് അമേരിക്കയെ അറിയിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയിച്ചു. എന്നാൽ ലാസ്റ്റ് മൂമെന്റിലാണ് അറിയിച്ചത്. കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, ട്രംപിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഇതിനൊരു അനുകൂല നടപടി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലിൽ സംശയമുണ്ടായിരുന്നു. കാരണം 2 മാസം മുമ്പ് നമ്മൾ ഇറാനിലേക്കുള്ള സ്ട്രൈക്കിന്റെ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കൈൻഡ് ഓഫ് വൈറ്റ് ഹൗസിനെ അല്ലെങ്കിൽ ട്രംപിനെ ബെഞ്ചമിൻ നെതന്യാഹു കൈൻഡ് ഓഫ് ത്രെട്ടൺ ചെയ്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അടിക്കുന്നില്ലെങ്കിൽ ഞാൻ അടിക്കുകയാണ് എന്ന് പറഞ്ഞ് കയറി അടിച്ചു കഴിഞ്ഞതിന് ശേഷം അമേരിക്ക അതിന് ബാക്കപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ലൈനിലാണ് ഇവിടെയും ഇത് കാണുന്നത്. അമേരിക്കയ്ക്ക് ഒരു പ്രത്യേക താല്പര്യം അല്ലെങ്കിൽ ഖത്തറുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്നതിന് ഇല്ലായിരുന്നു എന്ന് വ്യക്തമാണ്. കാരണം ട്രംപിന്റെ മുഴുവൻ ഉദ്ദേശം അല്ല ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത് ഒരു നോബൽ പ്രൈസ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗാസയിൽ സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യമാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഫൈറ്റ് വന്നപ്പം അവിടെയും സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യമാണ്. ആൻഡ് അതുപോലെ തന്നെ യുക്രൈൻ റഷ്യയുടെ കാര്യത്തിലും ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതുവരെയുള്ള US പോളിസിയിൽ നിന്ന് ചെറിയൊരു ഷിഫ്റ്റ് എന്ന് പറയാൻ പറ്റും ഇസ്രായേലിന്റെ ഈ ഒരു സ്ട്രൈക്ക്. എന്നാൽ സ്ട്രാറ്റജിക്കലി പറയുവാണെങ്കിൽ ഇത് എക്സ്പെർട്ടഡ് ആയിരുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവരുടെ എനിമീസ് എവിടെയാണെങ്കിലും അവിടെ പോയി അടിക്കുക എന്നുള്ള ആ ഒരു പാരമ്പര്യവും ആ ഒരു സ്ട്രാറ്റജിയിലുമാണ് അവർ അടിവെച്ച് വിശ്വസിക്കുന്നത്. കാരണം അല്ലായിരുന്നുവെങ്കിൽ ഈ ഹമാസ് ഈ പറഞ്ഞ പീസ് നെഗോഷിയേഷൻ കാര്യങ്ങളും ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതുമായിട്ട് മുന്നോട്ട് വന്ന് ബാക്കിയുള്ള ബന്ധുക്കളെ വിട്ടുകൊടുത്തുകൊണ്ടിട്ട് ഇതിനൊരു അനുരഞ്ജനത്തിലേക്ക് വരണമായിരുന്നു. അപ്പൊ ഹമാസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് ലാസ്റ്റ് തുരുമ്പാണ്, അല്ലെങ്കിൽ എന്താ പറയുക ലാസ്റ്റ് ചീട്ടാണ്, അവരുടെ തുരുപ്പ് ചീട്ടാണ് അവരുടെ ഉള്ളത് ആ ബന്ധുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരെ വിടാതെ നെഗോഷിയേറ്റ് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായെങ്കിൽ ഇതിനൊരു അറുതി വരണം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അവിടെ കയറി അടിക്കും എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജാണ് ഇസ്രായേൽ ഇതുവഴി ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ശ്രീ സജിമോൻ ദയവായി തുടരുക. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ മോഹൻ വർഗീസ്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 ചോദ്യങ്ങളാണ് ഉയർന്നത്. ഒന്ന്, അമേരിക്ക ഈ വിഷയം അറിഞ്ഞെങ്കിൽ എപ്പോൾ അറിഞ്ഞു? ഒപ്പം ഖത്തറിനെ ഇത് അറിയിച്ചിരുന്നോ? എപ്പോഴാണ് അറിയിച്ചെന്നുള്ള പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സ്വാധീനം, ട്രംപിനുള്ള സ്വാധീനം കൂടി അവിടെ ചർച്ചയാകുന്നുണ്ട്. അതൊരു സംശയമായി ഉയരുന്നുണ്ട്. തീർച്ചയായും അമേരിക്കയുടെ ഒരു നിലപാട്, അമേരിക്ക എത്രത്തോളം ഈ ആക്രമണത്തെക്കുറിച്ച്, ഇസ്രായേലിന്റെ ആക്രമണ പദ്ധതിയെക്കുറിച്ച് അറിവ് ഖത്തറിന് കൈമാറിയോ, ഇതൊക്കെ വലിയ ചോദ്യങ്ങൾ തന്നെയാണ്. അതിന് ടൈമിംഗ് വളരെ പ്രധാനമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെ ഉള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് തീർച്ചയായും ഒരു ഡിസ്ട്രാക്ഷൻ ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപിത നയമുണ്ട്. ഹമാസ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഏത് ഏജൻസിയും ഇസ്രായേലിനുള്ളിൽ ആക്രമണം നടത്തിയതിനു ശേഷം ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും
തങ്ങൾ പിന്തുടർന്ന് ചെന്ന് ആക്രമിച്ചിരിക്കും എന്ന ഒരു പദ്ധതിയുടെ പൂർത്തീകരണമാണ്. നോക്കൂ, 6 വിദേശ രാജ്യങ്ങളിലാണ് ഇസ്രായേൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാൻ, സിറിയ, ഇറാഖ്, അതുപോലെ ലെബനൻ, ഹൂതികളുടെ ഭാഗമായ യമൻ, ഇതെല്ലാം തന്നെ ആക്രമണ വിധേയമാവുകയും ഇപ്പോഴിതാ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിലെ ഒരു രാജ്യം ആദ്യമായി ആക്രമണ വിധേയമാവുകയാണ്. ഇവിടെ നോക്കൂ, അറബി ലോകത്തെ പല രാജ്യങ്ങളുമായും ഇസ്രായേൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ GCC രാജ്യങ്ങളുമായി ഒരു സാമാന്യം ഊഷ്മളമായ ബന്ധം തന്നെയാണ് ഈ അടുത്ത കാലത്തെല്ലാം ഇസ്രായേൽ പുലർത്തിയിരുന്നത്. കാരണം അനാവശ്യമായ ഒരു വിവാദത്തിലേക്ക് എത്തിച്ചേരാൻ ഇസ്രായേലും ആഗ്രഹിച്ചിരുന്നില്ല. അത് മാത്രമല്ല, ഈ ട്രംപ് ആദ്യ ഊഴത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന അബ്രഹാമിക കരാറുകളുടെ ഭാഗം കൂടിയായിരുന്നല്ലോ സൗദി അറേബ്യ. ആ കരാർ ഒപ്പിടുന്ന ആ ഒരു ഘട്ടം വന്നപ്പോൾ അതിന് തുരങ്കം വെക്കാൻ എന്ന രീതിയിലാണ് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒക്ടോബർ 7, 2023 ആക്രമണം ഉണ്ടായത്. ആ ആക്രമണത്തിന്റെ 2ാം വാർഷികം അടുക്കുന്നു. കേവലം ഒരു മാസത്തിനുള്ളിൽ 2 വർഷം തികയാണ് 1200ഓളം ഇസ്രായേലി പൗരന്മാരെ കൊല ചെയ്ത ഹമാസിന്റെ കിരാതമായ ആക്രമണത്തിന്. അതിനുള്ള മറുപടി ഡിസ്പ്രപ്പോർഷനേറ്റായി മുന്നേറുമ്പോഴാണ് ആക്രമണത്തിന്റെ പരിധി വ്യാപിപ്പിക്കുകയാണ്. കാരണം നോക്കൂ, ഇസ്മായിൽ ഹാനിയയെ വകവരുത്തിയത് ഇറാന്റെ മണ്ണിൽ കടന്നു ചെന്നുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇസ്രായേലിനെതിരെ നിന്ന ഇറാന്റെ സൈനിക നേതൃത്വത്തെയും ഉന്മൂലനം ചെയ്യുന്ന ഇസ്രായേലിന്റെ പദ്ധതി, അതുമായൊക്കെ തട്ടിച്ചു നോക്കുമ്പോൾ ഇത് ഒരു സ്വാഭാവിക പരിണാമം എന്ന നിലയിൽ തന്നെ കാണാം. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, GCC രാജ്യമായ ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യം കൂടിയാണ്. ഇസ്രായേലിന്റെ മോസദ് ഏജൻസ് ഉൾപ്പെടെ വന്ന് താമസിക്കുന്ന, ചർച്ചകൾക്ക് പങ്കെടുക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഒരു മധ്യസ്ഥനെ അല്ലെങ്കിൽ സമാധാന ദൂതനെ കൊല ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ദൂതന് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ സീമകളും ലംഘിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ ചോദിച്ച ചോദ്യം, അമേരിക്കയുടെ ഒരു നിലപാട് എന്താണ്? അമേരിക്ക ഇത് അറിഞ്ഞിരുന്നു എന്നാണ് ചോദ്യമെങ്കിൽ അറിയിച്ചിരുന്നു, അതുകൊണ്ട് അറിഞ്ഞിരുന്നു. സമയാസമയങ്ങളിൽ അത് ഒരു ട്രംപ് തന്റെ ഏജന്റ് സ്റ്റീവ് വിറ്റ്കോഫിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമയാസമയങ്ങളിൽ വരുന്ന ഇൻപുട്ടുകൾ ഖത്തറുമായി ഷെയർ ചെയ്യാനായി. ഖത്തറുമായി മാത്രമല്ല, മധ്യപൗരസ്ത്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും നിരന്തരം ട്രംപിന്റെ ഏജന്റായി സഞ്ചരിക്കുന്ന ആളാണ് സ്റ്റീവ് വിറ്റ്കോഫ്. അപ്പൊ അദ്ദേഹവുമായി നിരന്തര സംഭാഷണത്തിലാണ് ട്രംപ്. പക്ഷെ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതാണോ അതോ ട്രംപിന്റെ ഓവൽ ഓഫീസിന് വീഴ്ച പറ്റിയതാണോ എന്നറിയില്ല. എന്തായാലും ആ ഇൻഫർമേഷൻ കൈമാറുന്നതിന് ഡിലേ ഉണ്ടായി. അതുകൊണ്ട് സ്വാഭാവികമായും ഖത്തറിന്റെ പ്രതികരണം, അമേരിക്ക അറിയിച്ചോ എന്ന് ചോദിച്ചാൽ അറിയിച്ചിരുന്നു, പക്ഷെ സമയത്തിന് വിവരം അറിഞ്ഞില്ല. ബോംബ് വീണതിന് ശേഷമാണ് അറിഞ്ഞിരിക്കുന്നത്. ഒരു കെട്ടിട സമുച്ചയത്തിന് നേരെയാണ് ബോംബ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വിമാനങ്ങളിൽ നിന്നും വർഷിക്കുന്ന ബോംബുകൾ. ഒരു കെട്ടിട സമുച്ചയമാണ്. അവിടെ ഏതാണ്ട് 30 ചില്ലാനം പേരാണ് മരണപ്പെട്ടതെന്നുള്ള റിപ്പോർട്ടുകളാണ്. അതിൽ തന്നെ ഹമാസിന്റെ ഉന്നത നേതൃത്വം, 5 അംഗ ഒരു സമിതിയാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിലയിൽ പൊളിറ്റിക്കൽ കൗൺസിൽ അല്ലെങ്കിൽ ഒരു പോളിറ്റ് ബ്യൂറോ സംവിധാനം, അതിന്റെ തലപ്പത്തുള്ള ഖലീൽ അൽ ഹയ്യ, അദ്ദേഹത്തെ ആണ് ടാർഗറ്റ് ചെയ്തതെന്നായിരുന്നു വിവരം. പക്ഷെ അദ്ദേഹം വധിക്കപ്പെട്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാനാവുന്നില്ല. ഹമാസിന്റെ ഭാഗത്തു നിന്ന് തന്നെ സ്ഥിരീകരണം ഉണ്ടാകുന്നത് തങ്ങളുടെ 5 പടയാളികൾ മരിച്ചു എന്ന രീതിയിലുള്ള സ്ഥിരീകരണമാണ് ഉണ്ടാക്കുന്നത്. ഇസ്രായേലിന്റെ ടാർഗറ്റ് പൂർണ്ണമായി അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും സ്ഥിരീകരണങ്ങളില്ല. പക്ഷേ ആക്രമണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് അറബി ലോകം ഇതിനോട് പ്രതികരിക്കുന്നത്? ഖത്തറിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഭീരുത്വം നിറഞ്ഞ ഒരു ആക്രമണമാണ് എന്ന പ്രതികരണം വന്നു കഴിഞ്ഞു. തീർച്ചയായും വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. വീണ്ടും ഞാൻ MG മിഥുനിലേക്ക് തന്നെ പോവുകയാണ്. മിഥുൻ, സമാധാന ശ്രമം അല്ലെങ്കിൽ സമാധാനം അകലെയാകുന്നു എന്നുള്ളൊരു ചോദ്യം, ഏറെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഖത്തർ ഇനിയൊരു സമാധാന ശ്രമത്തിന് മുതിരുമോ? കാരണം തുടക്കം മുതൽ നമ്മൾ കണ്ടതാണ് ഈ വിഷയത്തിൽ, ഈ യുദ്ധത്തിൽ സമാധാനം ഉണ്ടാക്കണം, യുദ്ധം അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ നിന്നത് ഖത്തർ